വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഇഫ്താർ മെനുവും അതിൻ്റെ റെസിപ്പീസുമാണ്. ഇതിലുള്ള റെസിപ്പീസിന് ഞാൻ ഒന്നിനും മൈദ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ മൈദ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം ക്യാരറ്റ് റിഫ്രഷിംഗ് ഡ്രിങ്ക്, പിന്നെ നോമ്പ് തുറന്നാൽ ഫ്രൂട്ട്സ് ആയിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡ്, സ്നാക്കായിട്ട് ഉണ്ടാക്കിയത് ചീസ് പൊട്ടാറ്റോ ബോൾസ്, ആൻഡ് ഫൈനലി ഡിന്നറിന് വേണ്ടിയിട്ട് വീറ്റ് പറാത്ത ആൻഡ് ചിക്കൻ റോസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിവിടെ ആദ്യം ഉണ്ടാക്കുന്നത് ചീസ് പൊട്ടാറ്റോ ബോൾസ് ആണ്. അതിനുവേണ്ടി എടുക്കുന്നത് 2 ലാർജ് സൈസ്ഡ് പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുത്തത് നല്ലപോലെ മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചീസാണ് വേണ്ടത്. ഞാനിവിടെ ക്രീം ചീസ് ബാറാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി മാഷ് ചെയ്ത പൊട്ടാറ്റോ എടുത്ത് ഇതുപോലെ ബോൾ ആക്കിയതിന് ശേഷം സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ പ്രസ് ചെയ്ത സ്പേസിലേക്ക് ഒരു പീസ് ചീസ് വെച്ചതിന് ശേഷം നല്ലപോലെ പൊട്ടാറ്റോസ് യൂസ് ചെയ്ത് കവർ ചെയ്ത് ഒരു ബോൾ ഷേപ്പിലേക്ക് നമുക്കത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പൊട്ടാറ്റോസ് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടത് ബ്രെഡ് ക്രംസ്, ഒരു കംപ്ലീറ്റ് എഗ്ഗ് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ പൊട്ടാറ്റോ ബോൾസ് എടുത്ത് നമുക്ക് ആദ്യം എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. എഗ്ഗിൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് എല്ലാം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് കോട്ടിംഗ് കഴിഞ്ഞു. ഇനി ഞാനിതൊരു 1/2 hour ഫ്രീസറിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഫ്രീസറിൽ വെക്കാതെ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അതങ്ങനെയും ചെയ്യാം. അപ്പോൾ 1/2 hourന് ശേഷം നമ്മളിത് ഇനി ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലപോലെ കുക്കായി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഔട്ടർ കോട്ടിംഗ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഇത് എടുത്ത് മാറ്റാൻ ടൈം ആയിട്ടുണ്ട്. ഔട്ടർ കവറിംഗ് ഒക്കെ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചീസ് പൊട്ടാറ്റോ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡ്രിങ്ക് ആണ്. ക്യാരറ്റ്സ് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ക്യാരറ്റ് നമുക്ക് 2 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ പീൽ ചെയ്ത് നല്ല സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വേവിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഞാനൊരു ബ്ലെൻഡറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കാൻ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. സ്വീറ്റ്നെസ്സിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് സോൾട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്ട്രാ 1 ഗ്ലാസ് കൂടി വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ജ്യൂസ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇതിൽ എത്രത്തോളം ജ്യൂസ് കിട്ടുന്നോ അത്രത്തോളം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന്ന് ഇനിയും ജ്യൂസ് കിട്ടാൻ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നുകൂടി ബ്ലെൻഡറിൽ ഇട്ടതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജ്യൂസ് എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 5 to 6 മിൻറ്റ് ലീവ്സ് ആണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അടുത്തതായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുന്നത് ഇത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതിനായിട്ട് നമുക്ക് ഈ ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് എടുക്കാം. 3/4 കപ്പ് ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരറ്റ് റിഫ്രഷിംഗ് ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഒരു മെത്തേഡാണ് ഫ്രൂട്ട് സലാഡ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടി 3/4 കപ്പ് ഹങ് കേർഡ് എടുത്തിട്ടുണ്ട്. നല്ല വെള്ളം വാർത്തെടുത്തിട്ടുള്ള തൈര്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണിത്. ഒരു ബനാന, ഒരു ആപ്പിൾ, ഒരു പ്ലം, ഡ്രൈഡ് ആപ്രിക്കോട്ട്സ്, കുറച്ച് ഡേറ്റ്സ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നട്ട്സും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇതിന് ട്രൈ ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് ഞാൻ യൂസ് ചെയ്തേ ഉള്ളൂ. അടുത്ത നമ്മൾ ഡിന്നറിനേക്കുള്ളതാണ് റെഡിയാക്കാൻ പോകുന്നത്. അത് വീറ്റ് പറാട്ടയാണ്. അപ്പം നമ്മൾ മൈദ ഇതിൽ യൂസ് ചെയ്യുന്നില്ല, വീറ്റ് യൂസ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീറ്റ് പറാട്ട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം 2 കപ്പ് വീറ്റ് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. ഈ തൈര് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡ്രൈഡ് മേത്തി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഡൈജസ്റ്റീവ് ഇഷ്യൂസിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിനി ഒരു ½ ആൻ അവർ നല്ലപോലെ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഇത് തുറന്ന് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസിലുള്ള ഒരു ബോളാണ് ഇതിന് വേണ്ടത്. അപ്പം നമുക്കിനി ഇത് കുറച്ച് പൊടി യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈവനായിട്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ കംപ്ലീറ്റ് ലെങ്ത്തിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റൗണ്ട് ചെയ്ത് അടിയിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ ബോൾസും നമുക്ക് ആക്കിയെടുക്കാം. അതായത് നമ്മളിപ്പോൾ റോൾ ചെയ്ത് വെച്ചത് നമ്മൾ സെക്കൻഡ് ടൈം പരത്തിയെടുക്കുകയാണ്. ആദ്യം ഒന്നിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം പതിയെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായി ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈങ് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് പറാട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പറാട്ട ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡ് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മറിച്ച് കൊടുക്കാം. മുകളിൽ നമുക്ക് കാണാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അടിഭാഗവും അതുപോലെ വെന്തതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ വീറ്റ് പറാട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ലെയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റും ആണ്. ഈ സോഫ്റ്റ് വീറ്റ് പറാട്ട നമ്മൾ കഴിക്കുന്നത് ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്കിനി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ ഇവിടെ ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ 500 ഗ്രാം ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയം ടു ലാർജ് സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള നുറുക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഇതിൽ ആഡ് ചെയ്യുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചെടുത്ത പേസ്റ്റ്. ഇനി ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റൗവിൽ വെച്ച് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 40 മിനിറ്റ്സോളം വേവിച്ചെടുക്കണം. ഇടയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഒരു 40 മിനിറ്റ് നേരം ഞാനിത് വേവിച്ചെടുക്കുകയാണ്. ഇടയിൽ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പം ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ പീസസ് എടുത്ത് മാറ്റിയതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചിക്കൻ പീസസ് ഓരോന്നായി എടുത്ത് മാറ്റുകയാണ്.
ചിക്കൻ പീസസിൻ്റെ ഗ്രേവി എല്ലാം ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റൻസിൽ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓയിൽ തെറിക്കും. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ചിക്കൻ എല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ചിക്കൻ പീസസും ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിൽ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കുറുമയാണിത്. ഈ ചിക്കൻ കുറുമയുടെ കൂടെ വീറ്റ് പറാട്ട ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.